ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര. ഡിസംബർ 2-ാം തീയതി. പൂർവ്വപിതാക്കന്മാരോടൊപ്പമുള്ള തീർത്ഥയാത്ര. പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കന്മാരിലൂടെ ഇസ്രായേലിനെ മോചനത്തിലേക്ക് നയിച്ച ദൈവം ഈശോയിൽ അത് പൂർത്തീകരിച്ചു. പൂർവ്വപിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും യാക്കോവുമെല്ലാം ഈശോയുടെ കാലത്തേക്കായി മനുഷ്യകുലത്തെ തയ്യാറാക്കാൻ ദൈവം രൂപപ്പെടുത്തിയ തിരഞ്ഞെടുത്ത മോചനത്തിൻ്റെ ആൾരൂപങ്ങളാണ്. ഇമ്മാനുവേൽ വരികയും ദൈവം തൻ്റെ ജനത്തെ ശാശ്വതമായി മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് മിക്ക പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരിലൂടെ ദൈവം സംയോജിതമായ നിമിഷങ്ങളിൽ ഇടപെടുകയും തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്തു. മോചനത്തിൻ്റെ പ്രതീക്ഷയും പൂർത്തീകരണവും മിശിഹായിലാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നും വിമോചനത്തിൻ്റെ വഴികളിലൂടെ നാം നിരന്തരം നടക്കേണ്ടവരാണ് എന്ന് ഈ വിചിന്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുൽക്കൂട്ടിലെ ദിവ്യ ഉണ്ണീശോയെ പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരും കാണാനും കേൾക്കാനും കാത്തിരുന്ന വിമോചനത്തിൻ്റെ സദ്വാർത്ത അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങളങ്ങേ സ്നേഹിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പാപബന്ധനങ്ങളിൽ നിന്നും മോചിതരായി പൂർവ്വപിതാക്കന്മാരെ പോലെ അങ്ങയോട് അഭേദ്യമായ നിരന്തര ബന്ധം പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പാപം കഴുകും മോചനദ്രവ്യമേ, രക്ഷയേകാൻ പുൽത്തൊഴുത്തിൽ ജാതനായവനേ, പരിഭവം കൂടാതെ നീ മണ്ണിൻ മകനായി സൃഷ്ടിക